ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ജൂൺ മാസം 22-ാം തീയതി തിങ്കളാഴ്ച. അന്ന് ജ്യേഷ്ഠ മാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമിയാണ്. ഈ ജ്യേഷ്ഠ മാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമി ഭാരതത്തിലെ ജനങ്ങൾ ധൂമാവതി ജയന്തിയായിട്ടാണ് ആഘോഷിക്കുന്നത്. ആരാണ് ധൂമാവതി? ദശമഹാവിദ്യാ ദേവതകളിൽ 7ാമത്തെ ദേവതയാണ് ദേവി ധൂമാവതി. ധൂമാവതിയെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളും, അവൻ അനുഭവിക്കുന്ന തടസ്സങ്ങളും കഷ്ടപ്പാടുകളും മാറുന്നു എന്നാണ് വിശ്വാസം. ദരിദ്രനായ ഒരു മനുഷ്യൻ അവൻ ശരിയായ രീതിയിൽ ധൂമാവതി ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന് സന്തോഷവും സമ്പത്തും ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. എല്ലാത്തരം ദോഷങ്ങളും മാറുന്നതിനും രോഗങ്ങൾ മാറുന്നതിനും ഈ ദേവതയെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. കേതു ഗ്രഹത്തിൻ്റെ അധിപയാണ് ഈ ദേവി. അതുകൊണ്ട് തന്നെ കേതുർദശയിൽ ഇപ്പോൾ ജീവിക്കുന്ന ആളുകളും കേതുർദശ ജാതകത്തിൽ ദോഷഭാവത്തിൽ നിൽക്കുന്ന ആളുകളും അശ്വതി, മകം, മൂലം എന്നീ നക്ഷത്രങ്ങളിൽ പിറന്ന ആളുകളും ഒക്കെ തന്നെ ദേവി ധൂമാവതിയെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. മഹാലക്ഷ്മിയുടെ മൂത്ത സഹോദരിയായിട്ടും കണക്കാക്കുന്നു. അതുപോലെ തന്നെ യുദ്ധത്തിൽ ആരാണോ തന്നെ തോൽപ്പിക്കുന്നത് അയാളെ താൻ വിവാഹം കഴിക്കും എന്ന ഒരു പ്രതിജ്ഞ ദേവി എടുത്തിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആർക്കും തന്നെ ദേവിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് ദേവി അവിവാഹിതയാണ്, കുമാരിയാണ്. ദേവിയുടെ ജനനം സതീദേവി യജ്ഞാഗ്നിയിൽ ദഹിച്ചപ്പോൾ, അതായത് ദക്ഷയാഗ സമയത്ത്, ദക്ഷൻ നടത്തിയ യാഗസമയത്ത് അപമാനിതയായ ദേവി തൻ്റെ ശരീരം യാഗാഗ്നിയിൽ ദഹിപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ തൻ്റെ ശരീരം ആ യാഗാഗ്നിയിൽ ദഹിപ്പിച്ച സമയത്ത് അവിടെ ഒരു പുകയുണ്ടായി എന്നാണ് പറയുന്നത്. ആ പുകയിൽ നിന്നും ഉത്ഭവിച്ച ദേവിയാണ് ദേവി ധൂമാവതി എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ മായയെ അകറ്റുമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളുമെല്ലാം പുക പോലെ ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. പലപ്പോഴും അതുകൊണ്ട് തന്നെ ശരിയായ ഒരു നേർക്കാഴ്ച നമുക്ക് ലഭിക്കത്തുമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ തെറ്റായ ചിന്തകളിൽ കൂടി, തെറ്റായ വഴികളിൽ കൂടിയൊക്കെ നമ്മൾ സഞ്ചരിക്കുന്നത്. കാരണം ഒരു പുക പോലെ ശരിയായ ബുദ്ധി മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ദേവിയെ സ്ഥിരമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ബുദ്ധിയും എല്ലാം തെളിയും എന്നാണ് വിശ്വാസം. അങ്ങനെ മായയെ അകറ്റി ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ വളരെ വളരെ ശ്രദ്ധിക്കുവാനുള്ള ഒരു കാര്യം, ഈ ദേവതയെ ഒരു ഗുരുവിൻ്റെ ഉപദേശമില്ലാതെ യാതൊരു കാരണവശാലും പൂജിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ദശമഹാവിദ്യാദേവതകളിൽ ഒരു ദേവതയാണ് ധൂമാവതി. ആ ദേവതയെ പ്രാർത്ഥിക്കുന്നതിന് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ വിപരീത ഫലമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പൂജാ സമ്പ്രദായത്തിലൊന്നും നമ്മൾ ഈ ദേവതയെ പ്രാർത്ഥിക്കുവാൻ പാടില്ല. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ ശ്രീവിദ്യ നല്ല രീതിയിൽ ഉപാസിച്ചിരിക്കുന്ന ഒരു ഗുരുവിനെ കണ്ടെത്തുകയും, സാധാരണ ധാരാളം തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ശ്രീവിദ്യ ഉപാസകരെന്ന് പറഞ്ഞ് പല തട്ടിപ്പുകളും നടത്തുന്നുണ്ട്. പക്ഷെ ശരിയായ ഒരു ഗുരുവിനെ കണ്ടെത്തി
ആ ഗുരുവിൽ നിന്നും വേണ്ട അനുഗ്രഹങ്ങളും ഉപദേശങ്ങളും ലഭിച്ചതിനു ശേഷം മാത്രമേ ഒരു അനുഷ്ഠാനം അല്ലെങ്കിൽ പൂജാ രീതിയിൽ കൂടി നമ്മൾ പ്രാർത്ഥിക്കാവൂ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഉപദേശം ലഭിക്കാതെ നമ്മൾ യാതൊരു കാരണവശാലും ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ പൂജ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മയോട് പ്രാർത്ഥിക്കാം, അമ്മേ ധൂമാവതി രക്ഷിക്കണമേ, എൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റിത്തരണമേ. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ ദേവിയുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലാതെ ഒരു അനുഷ്ഠാനം പോലെ യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും ലഭിക്കുന്ന ഏതെങ്കിലും മന്ത്രങ്ങളോ നാമങ്ങളോ ഉപയോഗിച്ചിട്ടൊന്നും ഇതുപോലുള്ള ദേവതകളെ പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നു കഴിഞ്ഞാൽ അത് ദോഷമായി ഭവിക്കുന്നു എന്നാണ് വിശ്വാസം. കാരണം ഈ ദേവതകളെയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെതായ ഒരു ഫലം ലഭിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ദേവതകളുമാണത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ മന്ത്ര വിദ്യകളിലൂടെ വേണം ഈ ദേവതയെ ആരാധിക്കുന്നതിന്. നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് അമ്മ എന്ന നിലയിൽ ധൂമാവതി ദേവി എൻ്റെ അമ്മ എന്ന നിലയിൽ അമ്മയോട് പ്രാർത്ഥിക്കാം. നമുക്ക് എങ്ങനെയാണോ മക്കൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് അതേ നിലയിൽ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മേ, എൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരണമേ, എൻ്റെ ദുരിതങ്ങൾ മാറ്റിത്തരണമേ എന്ന നിലയിൽ നമ്മൾ സാധാരണ ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. പക്ഷെ ശ്രദ്ധിക്കുക, ഒരു അനുഷ്ഠാനം പോലെ ചെയ്യാൻ പാടുള്ളതല്ല. പ്രാർത്ഥിക്കുക, സാധാരണ ദേവതകളോട് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പാടുകൾ മാറും, സമ്പത്തുണ്ടാകും, തടസ്സങ്ങൾ മാറും, രോഗങ്ങളിൽ നിന്ന് ശമനമുണ്ടാകും. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും മാറി ധാരാളം അനുഗ്രഹങ്ങൾ അമ്മ നൽകുക തന്നെ ചെയ്യും. അമ്മ കരുണാമയിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുഃഖങ്ങൾ പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് മനസ്സിലാവുകയും എല്ലാ അനുഗ്രഹങ്ങളും നൽകി അമ്മ അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് സാധാരണ ഒരു ദേവതയോട് നമ്മൾ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതേ നിലയിൽ അമ്മേ ധൂമാവതി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ദോഷങ്ങൾ മാറ്റിത്തരണമേ എന്ന നിലയിൽ പ്രാർത്ഥിച്ചു കൊള്ളുക. ആ ദേവതയുടെ ജയന്തിയാണ് 2026 ജൂൺ മാസം 22-ാം തീയതി തിങ്കളാഴ്ച, ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമി. എല്ലാവരും ദേവിയെ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് അശ്വതി, മകം, മൂലം നക്ഷത്രക്കാർ അവരുടെ പ്രാർത്ഥനയിൽ ദേവിയുടെ പേരുകൂടി ഉൾപ്പെടുത്തുക. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.